നമസ്കാരം. സംസ്ഥാനത്തെ IPS തലപ്പത്ത് കഴിഞ്ഞ ദിവസം നടന്ന കൂട്ട സ്ഥലം മാറ്റ ഉത്തരവിലെ കടുത്ത ചട്ടലംഘനങ്ങൾക്കെതിരെ പോലീസ് സേനയിൽ കടുത്ത അമർഷവും പൊട്ടിത്തെറി. സീനിയോറിറ്റി ചട്ടങ്ങൾ പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ട് ജൂനിയർ ഉദ്യോഗസ്ഥരുടെ കീഴിൽ സീനിയർ ഉദ്യോഗസ്ഥരെ നിയമിച്ചതിനെതിരെ IG-മാർ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സംഘം സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനെ നേരിട്ട് കണ്ട് കടുത്ത അതൃപ്തി അറിയിച്ചു. പ്രശ്നത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് പിഴവുകൾ അടിയന്തരമായി പരിഹരിക്കാൻ ആഭ്യന്തര വകുപ്പ് നീക്കം തുടങ്ങിയതായാണ് വിവരം. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായി AP ഷൗക്കത്ത് അലിയെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടാണ് പ്രധാന തർക്കം നിലനിൽക്കുന്നത്. ഷൗക്കത്ത് അലിയെ നിയമിച്ചതല്ല, മറിച്ച് അവിടുത്തെ സീനിയോറിറ്റി തകിടം മറിഞ്ഞതാണ് ഉദ്യോഗസ്ഥരെ പ്രകോപിപ്പിച്ചത്. നിലവിൽ കോഴിക്കോട് സിറ്റി DCP-ആയി സേവനമനുഷ്ഠിക്കുന്ന പദം സിംഗിന് പുതിയ കമ്മീഷണർ ഷൗക്കത്ത് അലിയേക്കാൾ IPS സീനിയോറിറ്റിയുണ്ട്. ഒരു ജൂനിയർ ഉദ്യോഗസ്ഥന്റെ കീഴിൽ അതിനേക്കാൾ സീനിയറായ ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യേണ്ടി വരുന്ന വിചിത്രമായ സാഹചര്യമാണ് ആഭ്യന്തര വകുപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഉദ്യോഗസ്ഥർ ഒന്നടങ്കം രംഗത്തെത്തിയത്. DIG ഗ്രേഡിൽ എത്തി നിൽക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥയായ മെറിൻ ജോസഫിനെ കോഴിക്കോട് റൂറൽ SP-ആയി നിയമിച്ചതിലും IPS അസോസിയേഷന് കടുത്ത വിയോജിപ്പുണ്ട്. കോഴിക്കോട് സിറ്റിയിൽ കമ്മീഷണറായി ജൂനിയർ ഉദ്യോഗസ്ഥൻ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത റൂറലിൽ DIG റാങ്കിലുള്ള സീനിയർ ഉദ്യോഗസ്ഥയെ നിയമിച്ചത് കേഡർ പദവികളെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് DGP ഉദ്യോഗസ്ഥർ ധരിപ്പിച്ചു. തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തെ കമ്മീഷണർ പദവി IG റാങ്കിലുള്ളതാണ്. നിലവിലെ കമ്മീഷണർ IG K കാർത്തിക്കിനെ മാറ്റി പകരം DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ നിയമിച്ചതും ചട്ടവിരുദ്ധമാണെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നു. വടക്കൻ ജില്ലകളിൽ IG-മാരെ നിയമിക്കാതെ DIG-മാർക്ക് റേഞ്ച് ചുമതല നൽകിയതിലും 3 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിട്ടും പകരം നിയമനം നൽകാത്തതിലും IPS ഉദ്യോഗസ്ഥർ DGP-യോട് നേരിട്ട് പരാതിപ്പെട്ടു. അഴിമതി ആരോപണം നേരിടുന്ന ചില ഉദ്യോഗസ്ഥർക്ക് ജില്ലാ പോലീസ് മേധാവിമാരായി ചുമതല നൽകിയതിലും സെനിൽ കടുത്ത വിയോജിപ്പുണ്ട്. IPS തലപ്പത്തുണ്ടായ ഈ ഗുരുതരമായ പൊരുത്തക്കേടുകളിൽ അതൃപ്തി വ്യക്തമാക്കിയ DGP റവാഡ ചന്ദ്രശേഖർ വിഷയം ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവായ A ഹേമചന്ദ്രനെ അടിയന്തരമായി അറിയിച്ചിട്ടുണ്ട്. സേനയുടെ അച്ചടക്കത്തെയും അന്തസ്സിനെയും ബാധിക്കുന്ന ഇത്തരം ചട്ടലംഘനങ്ങൾ തിരുത്തണമെന്ന നിലപാടിലാണ് DGP. ഉത്തരവിലെ പിഴവുകൾ പരിഹരിച്ച് അടുത്ത ദിവസം തന്നെ പുതുക്കിയ സ്ഥലമാറ്റ ഉത്തരവ് പുറത്തിറക്കാനുള്ള ആലോചനകൾ ആഭ്യന്തര വകുപ്പിൽ ആരംഭിച്ചിട്ടുണ്ട്. നിലവിലെ അപാകതകൾ പരിഹരിച്ചില്ലെങ്കിൽ അത് വലിയ കോടതി വ്യവഹാരങ്ങളിലേക്ക് നീങ്ങുമെന്ന ഭയവും സർക്കാരിനുണ്ട്. ഔദ്യോഗിക പര്യടനത്തിന് ശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ഉടൻ ഫയൽ പരിശോധിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് സൂചന. എന്തായാലും IPS ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ പരിഹാരം കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ, ആഭ്യന്തരമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ ഇവർക്ക് സാധിക്കുന്ന പക്ഷം മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഇവർക്കുണ്ട്. അഴിമതി ആരോപണം നേരിടുന്ന ചില ഉദ്യോഗസ്ഥർക്ക് ജില്ലാ പോലീസ് മേധാവിമാരായി ചുമതല നൽകിയതിലും സെനയിൽ കടുത്ത വിയോജിപ്പ് നിലനിൽക്കുന്നുണ്ട്. IPS തലപ്പത്തുണ്ടായ ഗുരുതരമായ പൊരുത്തക്കേട് അത് DGP-യെ ഇവർ അറിയിച്ചിട്ടുണ്ട്. വിഷയം ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവായ A ഹേമചന്ദ്രനെ അടിയന്തരമായി അറിയിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. സേനയുടെ അച്ചടക്കത്തെയും അന്തസ്സിനെയും ബാധിക്കുന്ന ചട്ടലംഘനങ്ങൾ തിരുത്തണമെന്ന നിലപാടിൽ തന്നെയാണ് DGP. സമാനമായ അഭിപ്രായത്തിലേക്ക് ആഭ്യന്തരമന്ത്രിയും എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ.